മക്കളെ റാത്തല്ല എന്താ പറയുക, യൂണിവേഴ്സൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അക്ഷരം എന്ന പദ്ധതിയിലൂടെ 2017 തുടങ്ങിയതാട്ടോ. ഇതുപോലെ നോട്ട് പുസ്തകങ്ങൾ, ഇതുപോലെ ബാഗുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നൊരു പദ്ധതി. അപ്പോൾ ഇത് 2017 യൂണിവേഴ്സലിലെ ഖത്തർ ചാപ്റ്ററാണ് എന്ത് ചെയ്ത് ഇതിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം എന്ത് ചെയ്ത് കൊറോണ വന്ന്, പിന്നെ അതിനുശേഷം എന്ത് ചെയ്ത് മറ്റേ GCC കൺട്രി മൊത്തത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യണത്, ഇത് ഇപ്പോൾ അക്ഷരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബാക്കി വിശേഷങ്ങൾ ഇതിൻ്റെ പ്രവർത്തകരുണ്ട്, നമുക്ക് അവരോട് ചോദിക്കട്ടെ. ഓക്കെ, എന്താ പാട്, സുഖമല്ല? പിന്നെ ഇപ്പോൾ ഇപ്രാവശ്യത്തെ അക്ഷരം പദ്ധതിയിലാണ് എത്ര നോട്ടുക്ക് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് കൊടുക്കാറ്? ഇത് തുടങ്ങിയത് 2017 50 കുട്ടികളെ വെച്ചാണ് തുടങ്ങിയത്. അങ്ങനെ 2017 ശേഷം പിന്നെ 2018 കുട്ടികളെ ഇങ്ങനെ കൂട്ടി വന്നു. അന്ന് ഞങ്ങൾ കൊടുത്തിരുന്ന ആകെ 4 സ്കൂളിനെ നമ്മൾ ആദ്യം കൊടുത്തിരുന്നത്. അങ്ങനെ ഇപ്പോൾ 2020 2026 ഇന്നേക്ക് 10ാമത്തെ വർഷമാണിത്. ഞങ്ങൾ 8ഓളം സ്കൂൾക്ക് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളെ ഈ ചുറ്റുവട്ടത്തുള്ള സ്കൂൾക്ക് കൊടുക്കുന്നുണ്ട്. പ്ലസ് ഞങ്ങൾ ശാന്തി ഭവനല്ലേ അവിടെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ നോട്ട്ബുക്ക് കാര്യങ്ങളും ഓക്കെ. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ കൊടുക്കുന്നത് 300ഓളം കുട്ടികൾക്ക് ഞങ്ങളിപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം ആളെ കൂട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം കുറച്ചും കൂടി ആളെ കൂട്ടി. കഴിഞ്ഞ പ്രാവശ്യം 300 പ്ലസ് ആക്കി ആളെ കൂട്ടി. നിങ്ങൾക്ക് ഇത് സാധനങ്ങൾ സ്പോൺസർഷിപ്പ് ആണോ അതോ ഞങ്ങളെ ക്ലബിന്റെ അണ്ടറിൽ പ്രവാസിയിലുള്ള കുട്ടികൾ അവരെ മൊത്തമായിട്ട് തന്നാണ്ട് ചെയ്തു തരണം. ഞങ്ങളുടെ നാട്ടിൽ ആർക്കും പൈസ കൊണ്ടില്ല, ഫുള്ള് പ്രവാസി ഫണ്ടാണ്. ഇൻഷാല്ലാ ഒരുപാട് കമ്പനികൾ ഉണ്ടാവും, ചിലപ്പോൾ സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് തരണ യഥാക്രമം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും. ഇൻഷാല്ലാ ഏറ്റെടുക്കും ചെയ്യും. അപ്പോൾ എന്താ ചെയ്യുക, യൂണിവേഴ്സിറ്റിയിൽ ബന്ധപ്പെടുക എല്ലാവരും. മറ്റെന്താ പ്രവാസികളോട് എന്താ പറയാനുള്ളത്? പ്രവാസികൾക്ക് ഏറ്റവും നന്ദി. ഞങ്ങൾ ഈ ക്ലബിനെ നിലനിൽക്കുന്ന ഒരു നെടുന്തൂണ് പ്രവാസികളാണ്. ഈ കപ്പ് മുഴുവൻ ഇവിടെ വന്നതിനാണ് കളിച്ചെടുത്താണല്ലേ. മാഷാല്ലാ, യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്, എല്ലാവർക്കും അറിയണമെന്ന സംഭവമാണ്. ശരിക്കും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ റൂമിൽ ഒതുങ്ങേണ്ടവരല്ല നിങ്ങൾ. ഞങ്ങൾക്ക് ഇതുകൊണ്ട് പാലിയേറ്റീവിന്റെ പരിപാടിയൊക്കെ ഉണ്ട്. അടുത്ത കൊല്ലം 2 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ റൂം മാറും. ഇൻഷാല്ലാ ഒരാൾക്ക് ഇതിലിപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ കൊടുക്കണേ? ഒരു കുട്ടിക്കുള്ള എല്ലാ സാധനവും, നോട്ട്ബുക്ക്, പെൻസില്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും. സ്കൂൾക്ക് പോകേണ്ട ആവശ്യത്തില്ല, എല്ലാ ആവശ്യങ്ങളും അവനാണ്ട് സ്കൂളിൽ പോയാൽ മതി. യൂണിഫോം സ്കൂളിൽ ഗവൺമെന്റ് ഫ്രീ ആണ്, യൂണിഫോം പ്രശ്നങ്ങളില്ല. ഫസ്റ്റ് ഞങ്ങൾ തുടങ്ങിയ യൂണിഫോം, ബസ് ഫീസ് ഒക്കെ ഞങ്ങൾ കൊടുത്തിരുന്നില്ല. ഇൻഷാല്ലാ എന്തായാലും ഉയർച്ചയിലെത്തട്ടെ. 300 ചില ആളുകളില്ല, അപ്പൊ പിന്നെ റിസ്ക് ആയി വരും. ഇൻഷാല്ലാ ഓക്കെ. അള്ളാഹു എന്തായാലും ബർക്കത്ത് ചെയ്യട്ടെ. പ്രവാസികൾ ഒരുപാട് ആളുകളുണ്ട് അവിടെ. ഫസ്റ്റ് ക്വാളിറ്റിയാണ്. അല്ല, ക്വാളിറ്റി ഇല്ലാണെങ്കിലും ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്തായാലും ക്വാളിറ്റി ഇല്ല കൊടുക്കുള്ളൂ. പക്ഷെ എന്തായാലും കൊടുക്കാനുള്ള മനസ്സുണ്ടല്ലോ, അതാണ് ഏറ്റവും വലുത്. നമ്മൾ 100 കൊടുത്താൽ 100 നല്ല കൊടുക്കല്ലേ. എന്തായാലും